മോള് കിടന്നില്ലായിരുന്നോ? നീ എന്തിനാ മോളെ ഏതു നേരം ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്നെ? ഒന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളോടൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞു ഇരുന്ന ഈ സങ്കടവും വിഷമവും ഒക്കെ അങ്ങ് മാറത്തില്ലേ? എനിക്ക് വിഷമോ സങ്കടമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിപ്പോ നീ പറഞ്ഞിട്ട് വേണോ എനിക്ക് മനസ്സിലാക്കാൻ? എനിക്കറിയാം മുത്തശ്ശിയോട് മോള് പിണങ്ങിയിരിക്കുകയെന്ന്. നോക്കുമോളെ, നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഞങ്ങൾ നിന്നോട് ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? മോളെ മുറിയിൽ പൂട്ടിയിട്ട് പുറത്ത് കാവലിന് ആളെ നിർത്തുന്നതും എന്റെ നല്ലതിനു വേണ്ടി തന്നെ ആവും അല്ലേ മുത്തശ്ശി? പോട്ടെ മോളെ, അതൊക്കെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് മുരളി ചെയ്തതാന്നേ. ദേ, ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. മോളെല്ലാം മറന്നുകളാ. മോളുടെ ജാതകം മിനിങ്ങാന്ന് മുത്തശ്ശി വിശദമായിട്ട് നോക്കിച്ചു. ജാതകപ്രകാരം മോക്കിപ്പോ മോശ സമയാ. അതിന്റെ ആ വീട്ടിലിങ്ങനെ അടിയും വഴക്കും ആലോചനകളൊക്കെ. സാരമില്ല, മോളുടെ പേരിൽ ഇവിടെ വെച്ചൊരു പൂജയും ഹോമവും ഒക്കെ നടത്തിയ ദോഷത്തിനൊക്കെ ഒരു പരിഹാരം ആവുമെന്ന് കൃഷ്ണൻ കണിയാൻ പറഞ്ഞു. പൂജയ്ക്കുള്ള ആളെയും അങ്ങേര് തന്നെ ഏർപ്പാടാക്കി തന്നു. ഇപ്പൊ മുത്തശ്ശി വന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ പേരിൽ നടത്തുന്ന പൂജയ്ക്ക് ഞാനുണ്ടാവാതെ പറ്റില്ലല്ലോ. ആ സീറ്റൊന്ന് ഉറപ്പിക്കാനാണ് മുത്തശ്ശിയുടെ വരവ്. പക്ഷെ എന്നെ പ്രതീക്ഷിച്ച് ആരും പൂജയ്ക്കും ഹോമത്തിനും ഒന്നും ഒരുങ്ങണ്ട. അത് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. അതെന്ത് വർത്താനാ മോളെ നീ പറയുന്നേ? നിനക്ക് വേണ്ടി നടത്തുന്ന പൂജയ്ക്ക് നീ ഇല്ലാതെ പിന്നെങ്ങനാ? മോളുടെ സമയദോഷമൊക്കെ മാറിയാലേ കുടുംബത്ത് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവൂ. അതുകൊണ്ടല്ലേ മുത്തശ്ശി ഈ പറയുന്നത്. കുറച്ചു നാള് മുൻപ് എന്റെ ജാതകമൊക്കെ നോക്കിച്ചിട്ട് മുത്തശ്ശി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞത്. ഭാഗ്യജാതകം, രാജയോഗം, 10-9 പൊരുത്തം, ദീർഘസുമംഗലി യോഗം, അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നല്ലോ പറഞ്ഞത്. പെട്ടെന്നെന്താ അതൊക്കെ മാറി എന്റെ സമയം വളരെ ചീത്തയായത്? അല്ല, അത് പിന്നെ മോളെ. ഓ, അതിന് കാരണം ആ വിജയ് പണിക്കരും അയാളുടെ മോളും ആകും അല്ലേ മുത്തശ്ശി? ദേ, നിന്നോട് തർക്കിക്കാനും തല്ലുപിടിക്കാനും ഒന്നും ഞാനില്ല. എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മാത്രം മോള് മനസ്സിലാക്കിയാൽ മതി. നാളെ മോള് മുത്തശ്ശിയുടെ കൂടെ അമ്പലത്തിൽ വന്ന് മനസ്സ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിക്കും. അപ്പൊ മോളുടെ ഈ ദേഷ്യവും പിണക്കവും ഒക്കെ മാറി മനസ്സൊന്ന് ശാന്തമാകും. അപ്പൊ ഞാൻ ഈ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മോക്ക് മനസ്സിലാകുകയും ചെയ്യും. വേണ്ട മുത്തശ്ശി, വിളിച്ചതില് നന്ദിയുണ്ട്. പക്ഷേ ഞാൻ വരില്ല. ഞാനെന്ന് പറഞ്ഞില്ലേ ഈ വീട് വിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ലെന്ന്. ആ വാക്കില് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുക. മാളു, ഈശ്വരനെ നിന്ദിക്കരുത്. ദൈവകോപം കിട്ടും. ദൈവകോപം എനിക്കല്ല, നിങ്ങൾക്കൊക്കെയാ കിട്ടാൻ പോകുന്നത്. അത്രയ്ക്ക് ദൂഷിച്ച മനസ്സാ ഇവിടെ ഉള്ളവർക്ക്. മാളു. അതെ, മാളു തന്നെയാ പറയുന്നത്. വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ടും പൂജ നടത്തിയതുകൊണ്ടും മാത്രം കാര്യമില്ല മുത്തശ്ശി. മനസ്സുകൂടി നന്നായിരിക്കണം. എന്നാലേ ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ഞാൻ പഠിച്ചിട്ടുള്ളത്. പറഞ്ഞല്ലോ, ഒന്നിനും എന്നെ ആരും പ്രതീക്ഷിക്കണ്ട. അതിനുവേണ്ടി എന്നെ നിർബന്ധിക്കാൻ മുത്തശ്ശി ഇങ്ങോട്ട് വരണമെന്നില്ല. പെണ്ണിന്റെ ഒരു നെകളിപ്പ് കണ്ടില്ലേ? ഒരെണ്ണം അങ്ങ് വെച്ചു കൊടുക്കാനാ തോന്നുന്നത്. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അത്രയ്ക്ക് വീര്യമുള്ള വിഷമല്ലേ ഉള്ളി കിടക്കുന്നത്. എന്റെ ഈശ്വര, അലങ്കോലം ഒന്നുമില്ലാതെ ആ പൂജ അങ്ങ് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഗീത, ഗീത, ഓണാക്കിക്കോ. എന്താ, എല്ലാവരുടെയും ഫോൺ വീണ്ടും ആക്റ്റീവ് ആക്കാൻ തീരുമാനിച്ചോ? ഇനിയിപ്പോ ഇത് മാത്രം ഓഫാക്കി വെച്ചിട്ട് എന്ത് കാര്യം? ദാ, നീ തന്നെ ഇത് അപ്പുവിന് കൊടുത്തേക്ക്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ശരിക്കും വിപിക്ക് എന്താ പറ്റിയത്? മറ്റുള്ളവരുടെ ജീവിതം എപ്പോഴും കളർഫുൾ ആക്കാൻ പറയുന്ന ആള് സ്വന്തം ജീവിതത്തിന്റെ എല്ലാ വെളിച്ചവും തല്ലിക്കെടുത്തി സ്വയം ചങ്ങലക്കിട്ട് 2 ദിവസവും കംപ്ലീറ്റായി ഇങ്ങനെ ഇരുട്ടിൽ കഴിയാൻ, അതൊന്നും ഇപ്പൊ ഓർക്കാനേ വയ്യ.
എനിക്കൊരിക്കലും പരിചയമുള്ളൊരു BP ആയിരുന്നില്ല. ശരിക്കും ഞാൻ പേടിച്ചുപോയി. ഞാനും പേടിച്ചിട്ട് തന്നെയാവും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. ഫാമിലിയിൽ ഒരു ക്രൈസിസ് വന്ന, ഐ മീൻ ആർക്കെങ്കിലും ഒരു ആപത്തോ അസുഖമോ ഫിനാൻഷ്യൽ ലയബിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുപോലെയല്ല സ്വന്തം മക്കൾ പഴച്ചു പോയെന്ന് മറ്റുള്ളവർ പറയാനിടയായ, പിന്നെ VP എന്നൊരാൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ആലോചിച്ചു പോയി. അങ്ങനെ ഓരോന്നും ചിന്തിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എവിടെ നിന്നോ ഒരു വലിയ ഇരുട്ട് ഒഴുകിയിറങ്ങുന്നത് പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. സോറി ഗീത, തന്നെ അപ്പൂനെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ഐ എം റിയലി സോറി. ഞങ്ങൾ രണ്ടുപേരെയും മാത്രമല്ലല്ലോ, VPയും കുറെ വേദനിച്ചില്ലേ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടാൽ ഒരു മനുഷ്യൻ അതുവരെ ജീവിച്ച ആളെ അല്ലാതാവുമെന്ന്. ശരിയാണ്, വളരെ ശരിയാണ്. ആത്മവിശ്വാസം ഒരാൾക്ക് പകർന്നു കൊടുക്കുന്ന ഊർജം വളരെ വലുതാണ്. അപ്പുമായിട്ട് അന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഗീത പണ്ട് വായിച്ചൊരു ദേവന്റെ കഥ പറഞ്ഞില്ലേ? മറ്റെല്ലാവരും തൻ്റെ സൗന്ദര്യം മാത്രമാണ് ശ്രദ്ധിക്കുന്നതെന്ന് വിചാരിച്ച് ഉറക്കത്തിലും അണിഞ്ഞൊരുങ്ങിക്കിടക്കുന്ന ദേവൻ. ആ ധാരണയാണ്, ആ വിശ്വാസമാണ് അയാളുടെ കോൺഫിഡൻസ്. അത് അയാൾക്ക് നഷ്ടപ്പെട്ടാൽ സ്വർഗത്തിലെ ഏറ്റവും വിരൂപനായ ദേവൻ താനാണെന്ന് അയാൾ ചിന്തിച്ചു തുടങ്ങില്ലേ? ആത്മവിശ്വാസത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. അത് നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞ ഒരാളുടെ ജീവിതം. ആ, താൻ ആ ഫോണ് അപ്പന് കൊടുത്തിട്ട് വാ. ഗീത. എന്താ VP? നാളെ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ എല്ലാ രീതിയിലും അപ്പു ഓക്കെ ആവുമെന്ന് താൻ കോൺഫിഡൻ്റ് ആണല്ലോ അല്ലേ? ഷുവർ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് VP. അവൾ ഓക്കെ ആവും. പോയിട്ട് വാ.